എഫിന്റെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി കൂടിയായ വി വസീഫ് ഇപ്പോൾ 24 ചേരുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ചർച്ചയാവുക? മലപ്പുറം എന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ചർച്ചയാകാൻ പോകുന്നത് രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, കേരളത്തിൽ 20-20 സീറ്റും ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്നുള്ളത്. പാർലമെന്റിനകത്ത് ഒരു നല്ല സാന്നിധ്യമായി ഈ മതനിരപേക്ഷതയുടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ആ മതനിരപേക്ഷതയുടെ കരുത്ത് പാർലമെന്റിനകത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലായിരിക്കും ഈ മതനിരപേക്ഷ കേരളം മുന്നോട്ട് വെക്കുക. ലീഗ് പൊതുവെ പറയുന്നത് മലപ്പുറവും പൊന്നാനിയൊക്കെ അവരുടെ പൊന്നാപുരം കോട്ട എന്നാണ് പറയുന്നത്. അപ്പൊ ആ പൊന്നാപുരം കോട്ട ഇത്തവണ പൊളിയോ? നമുക്ക് കാണാം. മലപ്പുറവും പൊന്നാനിയും ഒക്കെ ലീഗിന്റെ കോട്ടയാണോ എന്ന്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ഒറ്റയ്ക്ക് മത്സരിക്കാത്തത്? അപ്പോൾ ലീഗിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക പാർട്ടിയുടെയോ കോട്ടയൊന്നുമല്ല. മുൻപും നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ ആദരണീയരായ നേതാക്കന്മാരൊക്കെ മലപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പല പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്. മലപ്പുറം മാറും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഈ ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് പത്തനംതിട്ടയിൽ LDF ജയിക്കും. രാഷ്ട്രീയ മാറ്റമാണെന്ന് പത്തനംതിട്ടയിൽ. പഴയ പത്തനംതിട്ടയല്ല. ഇവിടെ എല്ലാ MLA-മാരും 7 MLA-മാരും LDF-ൻ്റെതാണ്. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും LDF-നോടൊപ്പമാണ്. പിന്നെ എന്തിനാ ലോക്സഭ മാറി നിൽക്കുന്നത്? അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, ഇത്തവണ LDF. അതാണ് വിൽക്കാൻ പോണത്, അതാണ് പറയാൻ പോണത്. ഇപ്പം കിഫ്ബി അവരോട് ചീത്ത പറഞ്ഞ് കിടപ്പുണ്ടല്ലോ. ഈ 8000 കോടി രൂപയുണ്ടെന്ന് ഈ മണ്ഡലത്തിൽ കിഫ്ബിയുടേത്. ഓരോ റോഡിൻ്റെയും ഓരോ കെട്ടിടത്തിൻ്റെയും ഓരോ പാലത്തിനടുത്തും കിഫ്ബി ബോർഡുണ്ടാവും. തുടങ്ങി സഖാക്കളെ അനൗൺസ്മെന്റ് പകരം മുന്നോട്ട് കടത്തിവിടണം. അങ്ങനെ നോക്കുമ്പോൾ ഈ 4 ആശയാന്തരീക്ഷവും വെച്ച് നോക്കി അതിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, ഫെഡറൽ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുക, ഭരണഘടന കാത്തു സൂക്ഷിക്കണമെന്ന നിലപാടെടുക്കുക, കേരളത്തെ അവഗണിക്കരുത് എന്ന നിലപാടെടുക്കുക. ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇടത് മാത്രമേ ലക്ഷ്യ ഓപ്ഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഫെഡറൽ സംസ്കാരത്തിൽ കേരളത്തോട് മാത്രമല്ല ഒരു സംസ്ഥാനത്തോട് അത് ചെയ്യരുത്. ആരോട് ചെയ്താലും അത് ഫെഡറൽ സംസ്കാരത്തിനെതിരാണ്. കേരളത്തോട് ചെയ്യുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കും ഇക്കാര്യത്തിൽ. കാരണം അത്ര വലിയ അവഗണനയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഇവിടെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തുടനീളം, NREG വർക്കേഴ്സ് യൂണിയന്റെ ആ സംഘടനയുടെ രൂപം കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, ഈ ജില്ലയിൽപ്പെടാത്ത പയ്യന്നൂരായാലും കല്യാശ്ശേരിയിലായാലും അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്കും നേരിട്ടറിയാവുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളത് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. ഞാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൻ്റെ ശബ്ദം കേരളത്തിന് അനുഗുണമായി, കേരളീയ ജനതയ്ക്കനുഗുണമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. ഇന്നത്തെ 18 MP-മാർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല തീർച്ചയായും ഇവിടുന്ന് ജയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചെയ്യുക. കേരളത്തിന് ആത്മാർത്ഥമായി ലഭിക്കേണ്ട മുഴുവൻ അതിനുവേണ്ടി പൊരുതുക. കേരളീയ ശബ്ദം, മലയാളികളുടെ ശബ്ദം പാർലമെൻറ്റിൽ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ ധീരമായി പോരാടും. അതിവിടുത്തെ എന്നെ അറിയാവുന്ന ജനങ്ങൾക്കറിയാം. അതോടൊപ്പം ദേശീയ പ്രശ്നങ്ങൾ നമ്മുടെ ഭരണഘടന തകർക്കുന്നു, നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു. അത് മതനിരപേക്ഷത എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമുദ്രയാകെ
ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ബദ്ധകങ്കണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംശയം വേണ്ട, ഈ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഴക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി, മതന്യൂനപക്ഷങ്ങളടക്കമുള്ള കേരളീയ സമൂഹത്തിന് വേണ്ടി എൻ്റെ ആവനാഴിയിലുള്ള എല്ലാ വിദ്യകളും ഞാൻ പ്രയോഗിക്കും. എന്നെ അറിയാവുന്ന ഈ കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ചത് പറയേണ്ട കാര്യമില്ല. ഞാനൊരു ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എന്താണ് കാസർഗോഡ് ജില്ലയുടെ വികസനം, ഏത് രീതിയിൽ വേണം, കാസർഗോഡ് ജില്ലയിലെ ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും അത് ഞാൻ ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ആ വികസന പ്രവർത്തനങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പാർലമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റവസരങ്ങളും ഉപയോഗപ്പെടുത്തി പരമാവധി ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ